നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലോ മറ്റോ പോസ്റ്റ് ചെയ്ത അവരത് കാണില്ലേ? അന്വേഷിക്കുകയും ചെയ്യില്ലേ? ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം രക്ഷപ്പെടാനൊരു വഴി. ഞാൻ അത്രയേ ചിന്തിച്ചുള്ളൂ. അച്ഛനെ മാത്രമേ കണ്ണി പിടിക്കൂ. വേറെ ചിലർ ഇവിടെ നിപ്പുണ്ട്. എനിക്ക് അവരെയാണല്ലോ കൂടുതൽ പരിചയം, അതുകൊണ്ട്. മാത്രമല്ല, കാലിന് സുഖമായി വീണ തിരിച്ചു പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതി. ഓ, എന്നെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ തിടുക്കുവാണല്ലേ? അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പറഞ്ഞുവിടാന്ന് നീ കരുതണ്ട. മോളുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക്. കല്യാണി മോളെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വളർത്തുന്നവന്റെ അഹങ്കാരം മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട്. വൈകാതെ ഞാനത് തീർത്തു തരാം. ഇവിടെ നിന്റെ ഭരണമാണോ? ഈ വലിയ ലോകത്ത് പെണ്ണുങ്ങൾക്ക് ഭരിക്കാൻ കിട്ടുന്ന ചെറിയ സ്ഥലം അടുക്കളയല്ലേ? നിന്റെ അടുക്കളക്കാരിയല്ല പറഞ്ഞത്, ഇവിടുത്തെ അടുക്കളക്കാരിയാ പറഞ്ഞത്. കല്യാണി എന്റെ മോളെ പോലെ ഞാൻ കാണുന്നത്. അപ്പോ അവളുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കും എടുക്കാലോ. ഈ ഉത്തരവാദിത്ത എടുപ്പിന്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അല്പം സ്നേഹവും ഉത്തരവാദിത്വം പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ ലാഭം ചെറുതൊന്നുമല്ല. എന്റെ അച്ഛനും ഹരിയും സമ്പന്നരാ. ഒളിച്ചോടി വന്ന് താമസിക്കുന്ന നിനക്കും കുടുംബത്തിനും പണത്തിന്റെ ആവശ്യം ഉണ്ടാവുമല്ലേ? വീണ, ഞാൻ നേരത്തെ പറഞ്ഞതാ, സന്തോഷമുള്ളൊരു ചടങ്ങ് നടക്കുന്ന ദിവസോ അല്പം കൂടി മര്യാദയ്ക്കൊക്കെ സംസാരിക്കണം. നിന്നോടൊക്കെ എന്ത് മര്യാദയടി കാണിക്കേണ്ടത്? അല്ല, നിനക്കെന്താ കല്യാണാലോചന വന്നെന്ന് കേട്ടല്ലോ. എങ്ങനെയത് മുടങ്ങിയത്? ഓ, മനസ്സിൽ ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ അല്ലേ? വീണ, സ്കൂളിലെ പ്രസംഗപീഠത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് താഴെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വീണ എന്തൊക്കെ വിളിച്ചു പറഞ്ഞത്? അത് മുഴുവൻ തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ
അതിലേതെങ്കിലും ഒരു വാചകം സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സെലിബ്രിറ്റി എന്ന വാക്കിന് കുറച്ചുകൂടി അന്തസ്സുണ്ടായന്. എനിക്ക് അല്പം അന്തസ് കുറവാ. അന്തസ്സുള്ളത് നിനക്കൊക്കെ അല്ലേ? നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ വീണ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. ഓർത്തോ. അമ്മേ, ഞാൻ കൂടെ കല്യാണിയുടെ പിറന്നാളിന് പോയിട്ട് വരാം. ഞാനും നിത്യേച്ചും കൂടെ ഒന്നിച്ചിങ്ങോട്ട് വരാം. അമ്മേ, എന്താ എന്ത് നിപ്പ അമ്മേ ഇത്? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? നീ എന്താ പറഞ്ഞേ? അമ്മയ്ക്കിത് എന്താ പറ്റിയേ? അമ്മ പറയമ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. നിത്യ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജീവൻ അറിയാം. അവൻ നിത്യയെ തേടി നടക്കുകയാണ്. അവൻ നിത്യയുടെ ഫോട്ടോ വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ വേറൊരു മാർഗമില്ലാതെ ഞാൻ വേറൊരു ഫോട്ടോ അവൻ അയച്ചു കൊടുത്തു. ആരുടെ? പരിചയമുള്ള ഒരു സ്ത്രീയുടെ മോളുടെ. അവര് വളരെ ദൂരെയാ. അവൻ കണ്ടെത്താൻ സാധ്യതയൊന്നുമില്ല. എങ്ങനെയെങ്കിലും നിത്യ അന്വേഷിക്കുന്നതിൽ നിന്നും അവനെ ഒഴിവാക്കിയേ പറ്റൂ. അപ്പോ ഞാൻ വേറെ ഒരു മാർഗവും കണ്ടില്ല. പക്ഷെ അമ്മേ, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഏട്ടൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലോ മറ്റോ പോസ്റ്റ് ചെയ്ത അവരത് കാണില്ലേ? അന്വേഷിക്കുകയും ചെയ്യില്ലേ? ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം രക്ഷപ്പെടാനൊരു വഴി. ഞാൻ അത്രയേ ചിന്തിച്ചുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.